അവർ ആദ്യ വാചകങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം റേഡിയോ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പ്രശ്നം ഉമ്മ എന്ന നിലക്ക് മോൻ വരുത്തിയ പ്രശ്നങ്ങളാണ്. അവൻ എന്തെങ്കിലും ഒക്കെ കാര്യത്തിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യും. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഇപ്പോൾ വലുതായപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭർത്താവിൻ്റെ ബിസിനസ്, അതിൻ്റെ സാമ്പത്തികമെല്ലാം കൈകാര്യം ചെയ്യുന്നതും മകനാണിപ്പോൾ. പക്ഷെ പുതിയ ബിസിനസ്സിന് വേണ്ടി ഇപ്പോൾ അവൻ പണം ചോദിക്കുകയാണ്. അപ്പോൾ ആ ബിസിനസ് ഒരു പൂർണ്ണമായി ലീഗൽ അല്ലാത്തൊരു ബിസിനസ്സാണ്. വിദേശത്തു നിന്ന് ടാക്സും മറ്റൊക്കെ കെട്ടാത്ത രൂപത്തിൽ സാധനങ്ങൾ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ചതിക്കലാണ്, നമുക്കത് പറ്റൂല എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അവന് മനസ്സിലാകണില്ല. അവൻ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. ആ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വേറെ ആളുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓഹരിയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടെങ്കിൽ എനിക്ക് തെറ്റാണെന്നറിയാം. പക്ഷെ അവന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഉമ്മമാരോട് പറയുന്ന ഒരു വിഷയമാണ്, എന്താ അറിയോ, ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്ത് ചെയ്യും, കയ്യിലെടുത്ത് തലോടി ഒപ്പം നിന്ന് കൂടെ കിടത്തി പാല് കൊടുത്ത് വളർത്തും. അവൻ നല്ല നടക്കാനാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവന് ചെറിയ സ്വാതന്ത്ര്യം കൊടുക്കും. കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ എന്ത് ചെയ്യും, അവന്റെ വസ്ത്രം അലക്കാനും അവനെ കുളിക്കാനും അവന്റെ കാര്യം ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ പതുക്കെ 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 അവനെ സ്വയം പര്യാപ്തനാക്കി കൊണ്ടുവരുമ്പോഴാണ് അവൻ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇവരൊക്കെ എന്താ കല്യാണം കഴിച്ച് വലിയ ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ടും ചെറിയ കുട്ടികളെ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സ്ലേറ്റും പേപ്പറും പരീക്ഷയും നോക്കണ പോലെ അവന്റെ ഭക്ഷണവും ഫുഡും ഉറക്കവും നോക്കണ പോലെ ഒന്നും എന്ത് ചെയ്യേണ്ട, ഇത്തരം പ്രായപൂർത്തിയായ ആളുകളുടെ പിറകെ നടന്ന് അവരുടെ ബിസിനസ്സിലും അവരുടെ സംഗതികളിലും ഇടപെട്ട് ടെൻഷൻ ആവണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താലും അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഉമ്മമാര്. ഓരോരുത്തർക്കും അവനവന്റെ ഇപ്പൊ ഇവരുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്ന പോലെ തന്നെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ സമയമായവരെ ഒന്ന് വിട്ടുപിടിക്കുക നമ്മൾ പറയില്ല. അത് തീരെ ഉമ്മമാർക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് സങ്കടങ്ങൾ തീരാത്തത്. ഇപ്പൊ നമ്മൾ പ്രായപൂർത്തിയായ ഒരാളാണ്, അവൻ ചെയ്യുന്ന ബിസിനസിന്റെ വരുംവരായികളെ കുറിച്ച് അവൻ അറിയാം. അപ്പൊ നമുക്കതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ തെറ്റുണ്ട് എന്ന് അവനോടൊരു അഭിപ്രായം പറയാം. അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്ന് അവൻ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അത്രേ കാര്യമുള്ളൂ. നേരെ മറിച്ച് അത് അവൻ സ്വീകരിച്ചില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവള് വീട്ടിലെത്തി അവൾക്ക് അള്ളാഹു വിരിച്ച ഒരു ജീവിതം കിട്ടി, അതിൽ മുന്നോട്ട് പോട്ടെ, നമുക്ക് കൈയുടെ ചെയ്തു കൊടുക്കാം. അതല്ലാതെ അവൾ അവിടെ എന്താവും, ആ വീട്ടിൽ എന്തായിരിക്കും, അവൾക്ക് കുറച്ച് ജോലിയാണ്, അവൾ അമ്മായിമ്മ കുറച്ച് പെരുമാറ്റം മോശമാണ്, ഇതിങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുക? അപ്പോൾ സ്വയം പര്യാപ്തത ആർജിച്ചിട്ടുള്ള മുതിർന്ന മക്കളുടെ പ്രശ്നങ്ങളെ അവർ ചോദിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആലോചിക്കാതിരിക്കുക എന്നില്ല. ഇപ്പൊ ഏതായാലും ഇവർ പറഞ്ഞല്ലോ, ഈ ടാക്സ് ഒന്നും അടക്കാതെ പിന്നെ നമ്മുടെ നാടിനെ പറ്റിക്കുന്ന രൂപത്തിലുള്ള ബിസിനസ്സുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുത്തു. ഇനി അവൻ തീരുമാനിക്കട്ടെ, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ അവൻ തീരുമാനിക്കട്ടെ. അതിന്റെ വരുംവരായികളൊക്കെ അവനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പറയുന്നത്, എത്ര മുതിർന്ന ആളുകളാണെങ്കിലും കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളാണെങ്കിലും അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മൾ ഈ വയസ്സായ പലരെയും സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് എത്ര പേരക്കുട്ടികളുണ്ടാവും, എത്ര മക്കളുണ്ടാവും. അപ്പോ ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ചെറിയ മക്കളെ പോലെ തന്നെ ഇവരുടെ പഠനവും ഇവരുടെ പരാജയം ഇവരുടെ കോഴ്സും ഇവരുടെ ഗൾഫും ഇവരുടെ തിരിച്ചുവരവും ഇതെല്ലാം പാടെ ഈ ഒരു വല്യമ്മ ആലോചിച്ച് നിന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് സമാധാനിക്കാൻ സമയം ഉണ്ടാവും. നിങ്ങൾ പറയും, അപ്പുറത്തൊരാൾ ആക്സിഡൻ്റ് ആണ്, ഇപ്പുറത്തൊരാൾ അസുഖത്തിലാണ്, അവിടുന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, ഇവിടെ ഒരു പെൺകുട്ടി ഡൈവേഴ്സായി. എത്ര ഒരു 10-25 പേരക്കുട്ടികളുണ്ടെങ്കിൽ എന്തൊക്കെ ചിന്തിക്കാം. അപ്പം എന്താ അറിയോ, നമ്മളുടെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഒന്നാണ് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒന്ന് വിട്ടുപിടിക്കണം. അതില്ലെങ്കിൽ എന്താണ്, ഈ സങ്കടങ്ങൾക്കൊരു അവസാനം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഉമ്മമാരുടെക്കാൾ കൂടുതൽ ഇത് വല്യമ്മമാർക്കായിരിക്കും ഈ സങ്കടങ്ങൾ ഉണ്ടാവുന്നത്. ശരി.